വീട്ടിലോട്ട് 7 ദിവസത്തെ ചെലവില്ല. അപ്പം അന്ന് 100 രൂപ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ തരത്തിലില്ല. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് എടുക്കുന്നത്. അത് എന്നാണെന്നായിരിക്കും, അത് നമ്മുടെ പണ്ടത്തെ കണക്കുകളാണ്, മാർക്കറ്റുകളിൽ ഉണ്ടായിരുന്ന കണക്കുകളാണ്. അതിപ്പം നമ്മുടെ ഈ തലമുറയിലും കഴിഞ്ഞ തലമുറയിലും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ കണക്കുകൾ, ആ കണക്കറിയാവുന്ന ഒരാൾ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ കണക്ക് എങ്ങനെയാണ്, എന്താണ്, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് കൊച്ചായനാണ്. കൊച്ചായ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. പക്ഷേ ചാക്കോച്ച എന്നാണ് പേര്. കൊച്ചായന ഈ കണക്കുകൾ അറിയുന്ന കൊച്ചായൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കിയാണ് കൊച്ചായൻ അത് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ഈ അടുത്ത സ്ഥലത്ത് ഈ കണക്കുകൾ അറിയാവുന്ന ഒരേ ഒരാള് കൊച്ചായനാണ്. അപ്പൊ കൊച്ചായനോട് നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം. കൊച്ചായ, എങ്ങനെയാ ഇതേ കൊച്ചായൻ എങ്ങനെ മനസ്സിലാക്കിയത്? ഇത് ഞാൻ എൻ്റെ അപ്പൻ പറഞ്ഞ് തന്നിട്ടുള്ളതാണ്. കൊച്ചായൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 81 വയസ്സുണ്ട്. അപ്പൊ ഈ കണക്ക് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തോട്ട് കാണിക്കുകയും കേൾപ്പിക്കുകയും കൂടാണ്. കൊച്ചായന്റെ ആ കണക്കുകളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പൊ ഇന്നത്തെ 1 രൂപയ്ക്ക് അതിന്റെ 4 വേണ്ട പറയാം. പറഞ്ഞു. അപ്പോൾ അത് 4 കുളച്ചു വട്ടം. ഇതൊക്കെ പറയാനാണ് പാട്. അപ്പൊ പറഞ്ഞോ കൊച്ചാൻ പറ. അതിന്റെ 50 എന്ന് പറയുന്നത് തങ്കാമട്ടം. 3 എന്ന് പറയുന്നത് മുക്കളച്ചു വട്ടം. അതായത് മുക്കാൽ രൂപ. 75 രൂപയ്ക്ക് കുളച്ച് അല്ല, 1 രൂപയുടെ 3/1. 1 രൂപയുടെ 3/1 മുക്കളച്ചു വട്ടം. അപ്പം അപ്പൊ 1 രൂപയ്ക്കോ ചാവട്ടം. അപ്പൊ ആദ്യം ഈ 4/1 കുളച്ചു വട്ടം, തങ്കാമ്പട്ടം, മുക്കളച്ചു വട്ടം, ചാവട്ടം. അപ്പൊ 1 രൂപ. 5 രൂപയ്ക്ക് 1 രൂപ കഴിഞ്ഞാൽ പിന്നെ 5. 1 രൂപ കഴിഞ്ഞാൽ 5. പിന്നെ 5 തട്ടവട്ടം. അപ്പൊ 5 രൂപയ്ക്ക് തട്ടവട്ടം. അത് 10 രൂപയ്ക്ക് പുലിവട്ടം. 10 രൂപയ്ക്ക് പുലിവട്ടം. 4 രൂപ പാത്തിപ്പുലിവട്ടം. 4 രൂപ. 2 രൂപയ്ക്ക് തങ്കമട്ടമാണോ? അല്ല, ഓർത്തോർത്ത് പറയുകയാണ്. അത് പാത്തിപ്പുലിവ്. 4 രൂപയ്ക്ക്. 10 രൂപ കഴിഞ്ഞാൽ 10 രൂപ കഴിഞ്ഞാൽ പിന്നെ പൂലിത്തട്ടല്. 15 രൂപയ്ക്ക് നമ്മള് പറഞ്ഞില്ലേ 5 രൂപയുടെ തട്ടവട്ടല്ലേ, പുലിത്തട്ടല്. 10 രൂപയ്ക്ക് പുലിവട്ടം. പുലിത്തട്ടല് 15 രൂപ. അങ്ങനെയാണ് പോകുന്നത്. 20 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ചാവട്ടം കഴിഞ്ഞിട്ട് അതിന് എത്രയാണോ, ഞാനെല്ലാം അങ്ങനെ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. എന്നാലും അപ്പൊ 50 രൂപയ്ക്ക് എങ്ങനെ പറയും കൊച്ചേ? 50 രൂപയ്ക്ക് നമ്മള് 5 രൂപയ്ക്ക് തട്ടവട്ടമല്ലേ പറഞ്ഞത്? തട്ടപ്പുലു. 50 രൂപ. 100 രൂപയോ? 100 രൂപയ്ക്ക് 100 രൂപയ്ക്ക് വരാൻ പുലിത്തട്ടലാണോ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്നത്, ഈ കണക്കുകൾ ഒക്കെ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടൊന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പം നമ്മളിപ്പോ ഇത്രയും നമ്മൾ പറഞ്ഞു, ഇനിയുണ്ട് കണക്കുകൾ. ഉണ്ട്. കടപ്പുറം സൈഡിൽ ചെന്നാൽ ഇതിന്റെ പ്രായമുള്ള മനുഷ്യരെ പിടിച്ചാൽ ഇതിന്റെ കറക്റ്റ് കണക്കറിയാം. എന്നാലും കൊച്ചാൻ അറിയാവുന്ന കണക്ക് ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ 1 രൂപയുടെ 4/1 കുളച്ചു വട്ടം. 1/2 രൂപയ്ക്ക് വരുമ്പം തങ്കാമട്ടം. മുക്കളച്ചു വട്ടം 3/4 രൂപ. ചാവട്ടം 1 രൂപ. 5 രൂപ തട്ടവട്ടം. 10 രൂപ പുലിവട്ടം. പിന്നെ അങ്ങനെ പുലിത്തട്ടല് അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവുക. അപ്പൊ ഈ തട്ടല് വേറെ ഓർക്കുന്നുണ്ടോ? ഞാൻ 100-ന്റെ 50-ന്റെ എന്ന് പറഞ്ഞാൽ തട്ടപ്പുലിവാണെന്നും. അങ്ങനെ 100 രൂപ എത്രയാണോ? പിന്നെ ഓർക്കുന്നുണ്ടോ? ഇത് ഇങ്ങനെ ഈ 1 രൂപ തൊട്ട് ഇങ്ങോട്ടുള്ളത് എനിക്ക് അറിയാനൊക്കെ ഉള്ളൂ.
ഇത് ഇത് അന്നും ഉള്ളൂ ഈ കാലടയുടെ അപ്പൊ ഇതിന് എഴുതി വെക്കാനൊക്കെ ഇത് എഴുത്തുണ്ടോ ഇതിന് നമ്മള് മലയാളം 1 2 3 എന്ന് എഴുതുന്ന പോലെ അത് 1 2 3 മലയാളത്തിൽ ഞാൻ എഴുതും. അല്ല അതല്ല ഈ പറഞ്ഞ ഇതോ എഴുതുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയാം. അറിയാൻ അന്ന് അക്ഷയുടെ കാലത്ത് അത് പഠിച്ചെടുക്കാമായിരുന്നു. എടുക്കാമായിരുന്നു എന്നത് ഓർത്തില്ല. പിന്നെ അതേപ്പറ്റി ആരും ചോദിക്കാറും പറയാറും ഇല്ലാത്തതുകൊണ്ട് നമ്മളതങ്ങ് മറന്നും പോയി. ഇത് സാധാരണ മാർക്കറ്റുകളിലാണ് നടക്കുന്നത് അല്ലേ? മാർക്കറ്റില്ല. അപ്പൊ ഇന്ന് നമുക്ക് അറിയാവുന്ന മാർക്കറ്റിലെങ്ങും പോയിട്ട് ചങ്ങനാശ്ശേരി മാർക്കറ്റിലും രക്ഷയില്ല. അപ്പൊ കടപ്പുറം സൈഡിൽ അന്വേഷിച്ചാൽ അതിന്റെ അവർക്കറിയാൻ സാധിക്കും. കൊച്ചായന് അന്ന് മാർക്കറ്റിൽ പോയിട്ടുണ്ടോ? മാർക്കറ്റിലോ ഉള്ള ഞാൻ വളരെ 14 വയസ്സായപ്പോ ഞാൻ മാർക്കറ്റിൽ പോയിട്ടുള്ളൂ. അപ്പൊ അന്ന് മുതൽ കേൾക്കുന്നു. അന്നൊക്കെ എന്ന് പറയുമ്പം നമ്മുടെ ഞൊണ്ടിച്ചായുടെ കാലം, പള്ളിപ്പറമ്പ് ചാക്കോച്ചേട്ടൻ്റെ കാലം, അത് കഴിഞ്ഞ് എന്നിത്തല തോമാച്ചേട്ടൻ, അങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് അന്നത്തെ കാലത്തൊക്കെ ഇത് പോകുന്ന മാർക്കറ്റ് ചങ്ങനാശ്ശേരി ആൾക്കാരുടെ പേരെന്ന് പറഞ്ഞ് ഇപ്പൊ പറഞ്ഞ ആൾക്കാരുടെ പേരെന്ന് പറഞ്ഞ് ഞൊണ്ടിച്ചായി നമ്മുടെ ആൻ്റപ്പന്റെ ഭാര്യയുടെ അപ്പനാണ് ഞൊണ്ടിച്ചായി. ഇരിക്കുന്നത് ഇത്രയും പൊക്കമുള്ള ഇരട്ടപ്പേരില്ലല്ലോ. അല്ല, പുള്ളി ഞൊണ്ടിച്ചായി പുള്ളി വിളിക്കുന്നത്. ഇത്രയും പൊക്കമുള്ള കൊള്ളിപ്പലയാ. ആ കൊള്ളിപ്പലയിൽ ഒറ്റ തള്ള ഞാൻ ഞൊണ്ടിച്ചായി പോണേ. ഞൊണ്ടിച്ചായുടെ കാലം കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പ് ചാക്കോച്ചേട്ടൻ. പള്ളിപ്പറമ്പ് ചാക്കോച്ചേട്ടൻ ചങ്ങനാശ്ശേരിക്കാരൻ. പിന്നെ ചാക്കോച്ചേട്ടന്റെ മകൻ പിന്നെ അപ്പായി എന്നും പറഞ്ഞു ഒരുത്തൻ കുറച്ച് നാള് വന്നു. നമ്മുടെ കുഞ്ഞുഞ്ഞൂട്ടിയുടെ മകൻ രാജേഷ് ഇപ്പം വേഴപ്ര മിത്രക്കേരനാവും കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മള് പോകുന്നുണ്ടെന്നാലും അപ്പൊ എത്ര തലമുറയ്ക്ക് മുന്നേ ഞാൻ 14ാമത്തെ വയസ്സ് മാർക്കറ്റിൽ കയറാൻ തുടങ്ങി. അന്ന് ഞങ്ങള് ഈ കൊടികുത്തി ചെമ്മീൻ വീശുക. നമ്മുടെ ഇതിലൊക്കെ കൊടികുത്തി കിട്ട് വീശുക. ഇഷ്ടം പോലെ ചെമ്മീന വല നിറച്ച്. അപ്പം ഒരു ദിവസം പണിക്ക് പോയാൽ എത്ര രൂപ? അന്റെ എണ്ണ കിട്ടാനാണ് പള്ളി അവിടെ കൊണ്ട കൊടുത്താൽ എണ്ണ കിട്ടും. വിലയൊന്നും കിട്ടത്തൊന്നും. എന്നാലും നമുക്ക് ഇവിടെ വരുമ്പോ 5 രൂപ 7 രൂപ ഒക്കെ കാണും. 2 പേരുടെ ഒരു ദിവസം പണി മതി. 7 ദിവസത്തെ ചെലവില്ല. അപ്പം അന്ന് 100 രൂപ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ തരത്തിലില്ല. ഇതൊക്കെയാണ് കൊച്ചായന്റെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഒത്തിരി പേരുടെ പേര് കൊച്ചായൻ പറഞ്ഞു. പക്ഷെ ഈ പേരൊക്കെ നമുക്ക് കറക്റ്റ് ആണോ, അവരെ കളിയാക്കി വിളിക്കുന്നതാണോ നമുക്കറിയാൻ മേല. ഞൊണ്ടിച്ചായി എന്ന് പറയുന്നത് ഞൊണ്ടിച്ചായി അത് ഈ ആൻ്റപ്പനില്ലേ നെടുവിൽ ചാക്കോച്ചൻ ആൻ്റപ്പൻ കിട്ടിയിരിക്കുന്നത് ഞൊണ്ടിച്ചായുടെ മകളെയാ. ശരി. എന്തായാലും അത്രയൊക്കെ അറിവ്. ഞാൻ ഉല്ലല മാർക്കറ്റിലൊക്കെ താമസിച്ച് മീൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ശിവാനെ എന്തായാലും കൊച്ചായന്റെ കുറിച്ച് കൊച്ചായന്റെ അടുത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. ശരി. ഇനിയിപ്പോഴേ ആരോടെങ്കിലും നമ്മള് പഴയ ആൾക്കാർ ഇല്ല, ഇനിയിപ്പം കൊച്ചായ ഇതിനിപ്പം അറിയാവുന്ന ആൾക്കാർ ഇതിനകത്ത് വരും. നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്തായാലും നമുക്ക് കൊച്ചായനെ കിട്ടി. കൊച്ചായൻ ഇതൊക്കെ പറയും, പക്ഷെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ കൊച്ചായനെ കിട്ടി. ഇന്ന് നമുക്ക് ഇത്രയും അറിവ് കിട്ടിയതിൽ വലിയ സന്തോഷം കൊച്ചായ. അപ്പൊ ഇനി കൊച്ചായനെ കാണാം. അപ്പൊ ഇതിന് ഈ സംഗതിക്ക്, അതായത് ഈ കണക്കിന് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കറക്റ്റ് ആയിട്ടുള്ള കണക്ക് ഒന്ന് കമന്റ് ചെയ്തു തരണം. ശരിയാ. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇന്നത്തെ തലമുറയ്ക്ക് അത് ഒരു ഉപകാരപ്പെടുമല്ലോ. എന്തായാലും കൊച്ചായനെ കണ്ട് കൊച്ചായൻ ഇത് ഞങ്ങളൊക്കെ പോകുമ്പോൾ കൊച്ചായൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷെ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് നമുക്ക് കൊച്ചായനെ നമുക്ക് കൈ കിട്ടി, നമുക്കിത് മനസ്സിലാവുകയും ചെയ്തു. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ ഇന്നത്തെ കാഴ്ച ഇതാണ്. ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ.